ഞാൻ ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ PACയുടെ പൗഡർ ഫോം ആയിട്ടുള്ള ഐബ്രോ പാലറ്റാണ് കേട്ടോ. വളരെ നോർമൽ ആയിട്ടുള്ള പാലറ്റാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 2 ബ്രഷും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈയിൻ്റെ പുറത്ത് എവിടെയെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് കളറൊന്ന് കറക്റ്റ് ആണോ, നമ്മൾ ഉദ്ദേശിക്കുന്ന കളറാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഐബ്രോ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഐബ്രോ ഇപ്പോൾ ത്രെഡ് ചെയ്തിട്ടില്ല, അതായത് ചെറുതായിട്ട് വളർന്ന് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പൗഡർ ആണോ അല്ലെങ്കിൽ ജെൽ ഐലൈനർ ആണോ നല്ലത്, നമ്മൾ ഈ ഐബ്രോ ഷേപ്പ് ചെയ്യാത്ത ഐബ്രോയിൽ ഏതാണ് നല്ലതെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മൾ കോംബ് ചെയ്ത് അങ്ങനെയും ശരിയാക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ വരച്ചും കൊടുക്കുന്നുണ്ട്. അതിനെ സെറ്റാക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്ന LA ഗേളിൻ്റെ ഐബ്രോസ് തന്നെ. അതൊരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. എക്സാക്റ്റ് അതൊരു ബ്ലാക്ക് അല്ല, പക്ഷേ അതൊരു ജെൽ ഫോർമാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ജെൽ ഫോർമാറ്റാണ്. നമ്മൾ ഒന്നാമത്തെ കാര്യം കറക്റ്റ് ചെയ്യാത്ത നമ്മുടെ ഐബ്രോ രണ്ടും ത്രെഡ് ചെയ്യാറായി നിൽക്കുന്ന രീതിക്കാണ് ഉള്ളത്. ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് നമ്മൾ ത്രെഡ് ചെയ്യാത്തൊരു ഐബ്രോയിൽ നല്ലതെന്നുള്ളത്. ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ജെൽ ഫോമിലുള്ള ഐബ്രോസ് ആണെന്നുള്ളതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.